Video is for educational purposes only. All demonstrations are performed in a controlled environment. We do not promote or support illegal actions of any kind. Hey everyone, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബബ്സ്യൂട്ട് ആണ്. ബബ്സ്യൂട്ട് എന്ന് പറയുന്നത് പെൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ പെൻട്രേഷൻ ടെസ്റ്റിംഗ് ഓർ റെഡ് ടീമിംഗ്, നമ്മുടെ സൈബർ സെക്യൂരിറ്റിയുടെ വളരെ കോർ കമ്പോണൻസ് ആണ് ഇവരെല്ലാം. സോ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു മേജർ ടൂൾ ആണ് ബബ്സ്യൂട്ട് എന്ന് പറയുന്നത്. സോ ബബ്സ്യൂട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മളിന്നിപ്പോൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കും. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ പറയും. നിങ്ങൾ കാളി മെഷീൻസ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പ്രീ ബിൽഡ് ആയിട്ട് വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ബബ്സ്യൂട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ കാളി മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് വെർച്വൽ ബോക്സ് വെച്ചിട്ട് കാളി മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കാളിയുടെ പ്രീ ബിൽഡ് ആയിട്ട് വരുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ബബ്സ്യൂട്ടിന്റെ അകത്ത് വേറെ ഒരു ഇൻസ്റ്റാളേഷന്റെ ആവശ്യമില്ല. ദെൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ട കാര്യം, ബബ്സ്യൂട്ടിന്റെ കമ്മ്യൂണിറ്റി എഡിഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ബബ്സ്യൂട്ടിന്റെ ഒരു പ്രൊഫഷണൽ വെർഷൻ ഉണ്ട്, അത് പെയ്ഡ് ആണ്. അഫ്കോഴ്സ് ക്രാക്ക് അവൈലബിൾ ആണ്. നമ്മൾ എന്തായാലും കമ്മ്യൂണിറ്റി എഡിഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ വീഡിയോ സ്ട്രക്ചർ ചെയ്ത് വെച്ചേക്കുന്നത് ലൈക്ക് പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ്. നമ്മൾ ഇന്നിപ്പോ നോക്കുന്നത് ഇതിന്റെ അകത്ത് എങ്ങനെയാണ് റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്, ദെൻ എങ്ങനെ ഇത് മോണിറ്ററിംഗ് നടക്കുന്നു, അങ്ങനെയുള്ള ബേസിക് കോൺഫിഗറേഷൻസ് ആൻഡ് സെറ്റിംഗ്സ് മാത്രമേ നോക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വീഡിയോസിലായിരിക്കും നമ്മൾ അഡ്വാൻസ് ചെയ്ത് പോവുക. ദെൻ ആസ് ഓഫ് യു ഗൈസ് നോ, നമ്മളെല്ലാം പ്രാക്ടിക്കൽ ആയിട്ടായിരിക്കും ചെയ്ത് നോക്കുന്നത്. സോ നിങ്ങൾക്ക് കൂടെ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ദെൻ ഇത് ചെയ്യാനായിട്ടുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലൈക്ക് ഓരോ ആപ്സിന്റെ ലിങ്ക്സും കാര്യങ്ങളും അതായത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറയുന്നുണ്ടാവും. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്, എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ജസ്റ്റ് മെഷീൻസ് എല്ലാം ബൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ തരിക. ദെൻ ഏത് വെബ്സൈറ്റ് ആണ് നമ്മൾ ഈ പറയുന്ന പോലെ ഏത് വെബ്സൈറ്റ് ആണ് നമ്മൾ ട്യൂട്ടോറിയൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ അപ്പൊ ഞാനിവിടെ കാളി ലിനക്സ് മെഷീൻ ബൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ദെൻ ഇതിൽ ബബ്സ്യൂട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സോ ഇങ്ങനെ കമ്മ്യൂണിറ്റി എഡിഷൻ ഓൺ ആയി വരും. അക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റാർട്ട് ബബ്. ഓക്കെ, ഇപ്പൊ ബബ്സ്യൂട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും കിട്ടുക, ഡിസ്കവർ എന്ന് പറയുന്നതിന്റെ അകത്ത്. സോ നമുക്ക് ഫസ്റ്റ് ഡാഷ്ബോർഡിലേക്ക് പോവാം. ദെൻ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സമ്മറി പാനൽ കാണാം. ദെൻ ഇവിടെ കുറച്ചധികം ടാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഇതിന്റെ ഇന്റർഫേസ് പരിചയപ്പെടുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ, നമ്മളിപ്പോൾ ഫയർഫോക്സ് ആണ് കോമൺലി കാളി മെഷീൻ്റെ അകത്ത് യൂസ് ചെയ്യാറ്. സോ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ ഫയർഫോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യണം. സോ ഇവിടെ എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ടാബിലേക്ക് പോവുക. ദെൻ ഇവിടെ ഫൈൻ മോർ ആഡ് ഓൺസിന്റെ അകത്തേക്ക് പോവുക. ദെൻ ഇവിടെ വന്നിട്ട് ഫോക്സി പ്രോക്സി എന്ന് സെർച്ച് ചെയ്യാം. സോ ഇവിടെ ഒരു ഫോക്സി പ്രോക്സി സ്റ്റാൻഡേർഡ് ഉണ്ട്, ഫോക്സി പ്രോക്സി ബേസിക്സ് ഉണ്ട്, അങ്ങനെ പലതുണ്ട്. ഇതിന്റെ നമുക്ക് സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ ആഡ് ടു ഫയർഫോക്സ് കൊടുക്കുക. സോ ഇവിടെ ഡൗൺലോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും, അലോ എക്സ്റ്റൻഷൻ റൺ ഇൻ പ്രൈവറ്റ് വിൻഡോസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയിടാം, ഓഫ് ആക്കിയിടാം, ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ തിങ്. സോ ഞാനിവിടെ ജസ്റ്റ് അത് ഓക്കെ കൊടുക്കുകയാണ്. ആഡ് എന്ന് കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. ഇപ്പൊ നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ടാബ് കിട്ടും. ദെൻ അത് അവിടെ നിൽക്കട്ടെ. സോ ഡാഷ്ബോർഡിൽ നിന്ന് നിങ്ങൾ പ്രോക്സി എന്ന് പറയുന്ന ഈ ഒരു പാനലിലേക്ക് വരിക. ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇന്റർസെപ്റ്റ്, HTTP ഹിസ്റ്ററി, വെബ് സോക്കറ്റ് ഹിസ്റ്ററി, മാച്ച് ആൻഡ് റീപ്ലേസ്, ഇങ്ങനെ പല പല ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇതെല്ലാം തന്നെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ഇൻഡെപ്ത് കാര്യങ്ങൾ ഇതത് പാനലിനെ കുറിച്ച് പറയുന്ന ടൈമിൽ നമുക്ക് പറയാം. സോ ഫസ്റ്റ് ഈ ഒരു ബബ്സ്യൂട്ടിനെ എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള പാർട്ട് മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യിപ്പിക്കാം. ലൈക്ക് ഇവിടെ ഒരു ഓപ്പൺ ബ്രൗസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ബബ്സ്യൂട്ട് തന്നെ ഒരു ക്രോമിയം ബ്രൗസർ ഓപ്പൺ ആക്കി തരും. ഇതുപോലൊരു ബ്രൗസർ നിങ്ങൾക്ക് കിട്ടും. ഇതിന്റെ അകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം google.com സെർച്ച് ചെയ്യുക. സോ HTTP ഹിസ്റ്ററി പാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ റിക്വസ്റ്റുകൾ പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കണ്ടോ, അതിൻ്റെ അകത്ത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് പാസ് ചെയ്യുന്നത്. then ഇങ്ങനെ ഒരുപാട് പാക്കറ്റ്സ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊരു മെത്തേഡ്. പക്ഷെ നമ്മൾ ഇതല്ല യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയർഫോക്സിൽ സെർച്ച് ചെയ്യുമ്പോൾ അത് ഇവിടെ റിഫ്ലക്ട് ആവണം, ബബ്സ്യൂട്ട് റിഫ്ലക്ട് ആവണം. സോ ബബ്സ്യൂട്ടിന്റെ ഒരു ബേസിക് ഫണ്ടമെന്റൽ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം ത്രൂ നമ്മുടെ ബോർഡ്സ് വെച്ചിട്ട്. സോ നമുക്ക് ബോർഡിലേക്ക് പോവാം. സോ ഞാനിപ്പോൾ ബോർഡിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും, ഇതാണ് നമ്മുടെ ബ്രൗസർ, ഇത് പ്രോക്സി സെർവർ, ഇത് ഇന്റർനെറ്റ്. സോ ഇവരെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. സോ ബ്രൗസർ ഒരു റിക്വസ്റ്റ് അയക്കുമ്പോൾ അത് ഫസ്റ്റിൽ എത്തുന്നത് പ്രോക്സി സെർവറിലേക്കാണ്. ദെൻ പ്രോക്സി സെർവർ ആണ് അതിനെ എന്തായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇന്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ റെസ്പോൺസ് ഫസ്റ്റിൽ വരുന്ന പ്രോക്സി സെർവറിനായിരിക്കും. ദെൻ പ്രോക്സി സെർവർ ആണ് എന്ത് ചെയ്യുന്നത്, ബ്രൗസറിലോട്ട് കണക്ട് ചെയ്യുന്നത്.
സോ ബേസിക്കലി നമുക്ക് ഇവിടെ പ്രോക്സി സെർവർ ത്രൂ കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണിറ്ററിംഗ് കേപ്പബിലിറ്റിയാണ്. എന്തൊക്കെ പാക്കറ്റ്സ് അങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ പാക്കറ്റ്സ് ഇങ്ങോട്ട് വരുന്നു, ഈ വക കാര്യങ്ങളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഒരു ടോട്ടൽ ഹിസ്റ്ററി തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന പ്രോക്സി സെർവർ യൂസ് ചെയ്യുമ്പോഴാണ്. ദെൻ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് പറയാനാണെങ്കിൽ നമുക്ക് ഇൻ ഡെപ്ത് ഒരു പാക്കറ്റിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ള അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് നമുക്ക് പ്രോക്സി സെർവർ യൂസ് ചെയ്യാം. ദെൻ എന്താണ് ഫോക്സി പ്രോക്സി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ ദിസ് ഡയഗ്രാം. നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൗസർ ഫസ്റ്റിലേക്ക് കൊടുക്കുന്നത് ഫോക്സി പ്രോക്സിയിലേക്കാണ്. ഫോക്സി പ്രോക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോക്സി സെർവർ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് ഇൻസൈഡ് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ. ബട്ട് അതിൻ്റെ അത് നമുക്ക് തന്നെ കുറെ റൂൾസുകൾ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. കൺസിഡർ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലോട്ട് പോകുന്ന ടൈമിൽ മാത്രം, അല്ലെങ്കിൽ ഒരു test.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, ബബ്സ്യൂട്ട് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നോർമൽ ഇന്റർനെറ്റിലോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോക്സി പ്രോക്സിയിൽ അങ്ങനത്തെ റൂള് കസ്റ്റമൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. സോ നമ്മളുടെ കസ്റ്റമൈസേഷൻ ഒന്നും ചെയ്യാത്തത്തോളം കാലം എന്ത് ചെയ്യും, എന്ത് റിക്വസ്റ്റ് തന്നെ വന്നാലും അത് ഒരു ചെക്കിങ്ങും ഇല്ലാതെ ഫോക്സി പ്രോക്സിയിൽ എന്താണോ ഡിഫൈൻ ചെയ്തേക്കുന്നത് അങ്ങോട്ട് തന്നെ പോകും. സോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ബ്രൗസർ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു, ഫോക്സി പ്രോക്സിയിൽ കുറെ റൂൾസുകൾ ഉണ്ടാവും. ഇൻ കേസ് അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫോക്സി പ്രോക്സി എന്ത് ചെയ്യും, ഡയറക്റ്റ് ബബ്സ്യൂട്ടിലോട്ട് പാസ് ചെയ്യും. ദെൻ ബബ്സ്യൂട്ട് ആണ് എന്ത് ചെയ്യുന്നത്, അതിന് ഇന്റർനെറ്റ് ത്രൂ കണക്ട് ചെയ്യുന്നത്. കൺസിഡർ ദിസ് സിറ്റുവേഷൻ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഫോക്സി പ്രോക്സി എന്ത് ചെയ്യും, ഡയറക്റ്റ് ഇന്റർനെറ്റിൽ കൊടുത്തിട്ട് അതിന്റെ റെസ്പോൺസ് ആർക്ക് കൊടുക്കും, ബ്രൗസറിലോട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് അത് എന്ത് വരില്ല, ബബ്സ്യൂട്ടിന്റെ അകത്ത് കാണിക്കത്തില്ല. ഇതാണ് മീൻ ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയാനാണെങ്കിൽ, സോ ഒരു ട്രെയിൻ ഉണ്ട് ഇവിടെ. ഈ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്, രണ്ടായിട്ട് ട്രെയിൻ തിരിയുന്ന ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഈ രണ്ടായിട്ട് തിരിയുന്ന ഈ ജംഗ്ഷൻ ആണ് ആരെന്ന് പറയുന്നത്, ഫോക്സി പ്രോക്സി ജംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നിന്നാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, ഇത് ബബ് ട്രാക്കിലോട്ട് പോകണോ അതോ ഡയറക്റ്റ് ട്രാക്കിലോട്ട് പോകണോ, ഡയറക്റ്റ് ഇന്റർനെറ്റ് കണക്ഷൻ വേണോ അതോ ബബ്സ്യൂട്ടിലോട്ട് കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്ന ജംഗ്ഷൻ ആണ് ആരെന്ന് പറയുന്നത്, ഫോക്സി പ്രോക്സി എന്ന് പറയുന്നത്. സോ ഇത് ഫോക്സി പ്രോക്സി ജംഗ്ഷൻ്റെ അകത്ത് കുറെ റൂൾസുകൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, ബബ് ട്രാക്കിലോട്ട് പോകണോ ഡയറക്റ്റ് ട്രാക്കിലോട്ട് പോകണോ എന്നുള്ളത്. സോ നമ്മളിപ്പോ റൂൾസിന്റെ കേസ് ആലോചിച്ച് കൺസേൺ ആവേണ്ട കാര്യമില്ല. നമുക്കിപ്പോ എന്ത് തന്നെ വന്നാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബബ് ട്രാക്കിന്റെ അകത്തോട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പെൻട്രേഷൻ ടെസ്റ്റിംഗിലോട്ട് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ ഫോക്സി പ്രോക്സിക്ക് അത് നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്ത് റൂൾസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതാനും ഒക്കെ പറ്റും. സോ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഈ പറയുന്ന ഫോക്സി പ്രോക്സി ആൻഡ് ബബ്സ്യൂട്ട്. നിങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പറയുന്ന പോലെ സൈബർ സെക്യൂരിറ്റിയിലേക്ക് എത്തുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ഫോക്സി പ്രോക്സി എങ്ങനെ റൂൾസ് എഴുതണമെന്നും അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് 100% കേപ്പബിലിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പം നോക്കാം. സോ കറന്റ് ഇനിയിപ്പോൾ നമുക്ക് നേരെ കോൺഫിഗറേഷൻ സെറ്റപ്പിലോട്ടേക്ക് തിരിച്ചു പോകാം. സോ അപ്പം നിങ്ങൾക്ക് കറന്റ് ഈ പറയുന്ന പോലെ പ്രോക്സി എന്താണെന്നും ബബ്സ്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ അകത്ത് ഫോക്സി പ്രോക്സി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഇവിടേക്ക് വന്നതിന് ശേഷം ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാബ് കിട്ടും. ഈ ടാബിന്റെ അകത്ത് പ്രോക്സീസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ദെൻ ഇവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടൈറ്റില് ഞാൻ ബബ്സ്യൂട്ട് എന്ന് കൊടുക്കുന്നു. ദെൻ ടൈപ്പ് HTTP അതൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കൊടുക്കാം. സോ ഇവിടെയാണ് നമുക്ക് ഇനി ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഹോസ്റ്റ് നെയിം. സോ ഇനി നമുക്ക് നേരെ ബബ്സ്യൂട്ടിലേക്ക് വരാം. ബബ്സ്യൂട്ടിൽ ഇവിടെ പ്രോക്സി സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാനൽ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർഫേസിന്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും. സോ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. 127.0.0.1 പോർട്ട് 8080 ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. സോ ദെൻ ഇതിന്റെ അകത്ത് വേറെ ഒന്നും ആക്ട് ചെയ്യാനായിട്ടില്ല, ജസ്റ്റ് സേവ് കൊടുക്കുക. സോ ഇതിപ്പോ സേവ് ആയിട്ടുണ്ട്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും, ഡിസേബിളും ബബ്സ്യൂട്ടും. ഇതിൽ ബബ്സ്യൂട്ട് ഓൺ ആകുക. ഇപ്പൊ നമ്മുടെ പ്രോക്സി എന്തായി, ബബ്സ്യൂട്ട് ആയിട്ട് മാറി. ദെൻ നമ്മൾ നേരെ HTTP ബബ്സ്യൂട്ട് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കാണാനായിട്ട് പറ്റും. ഇതിൽ CA സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ CA സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവുന്ന കാണാം. സോ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സെറ്റിംഗ്സിലേക്ക് വരിക. സെറ്റിംഗ്സിന്റെ അകത്ത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇതിൽ വ്യൂ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതിനകത്ത് അതോറിറ്റീസ് പാനലിൽ പോവുക. ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്തേക്ക് ഈ സർട്ടിഫിക്കറ്റിന് ഇമ്പോർട്ട് ചെയ്യുക. ദെൻ രണ്ട് ഓപ്ഷൻസും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. സോ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബബ്സ്യൂട്ട് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈറ്റിലോട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ kali.org ചെക്ക് ചെയ്യാം, ഇഷ്യൂസ് ഒന്നുമില്ല. ദെൻ ലെറ്റ്സ് ഗോ ഫോർ വിക്കിപീഡിയ. വിക്കിപീഡിയ എല്ലാം ലോഡ് ആവുന്നുണ്ട്. സോ ഇനി നമുക്കിത് ബബ്സ്യൂട്ടിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ kali.org കാണിച്ചിട്ടുണ്ട്, വിക്കിപീഡിയ കാണിച്ചിട്ടുണ്ട്.
സോ ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കും സ്ക്രാമ്പിൾഡ് ആയിട്ടായിരിക്കും കിടക്കുക. ഇനി നമുക്ക് ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യാം, ദെൻ എന്താണ് ഇന്റർസെപ്റ്റർ ടാബ്, അങ്ങനെ ഓരോരോ ടാബിനെ പറ്റി ഞാൻ സ്പെസിഫിക്കലി വീഡിയോ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇത്ര സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസ് ആസ് യു ഗൈസ് നോ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം സിമ്പിൾ വീഡിയോസ് ആയിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് വിത്ത് ഹാൻഡ്സ് ഓൺ ആയിരിക്കും നമ്മൾ തരാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ദെൻ ഇത് ഫ്രം ബിഗിനർ ടു ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലോട്ട് എത്തുന്നവരെ ആയിരിക്കും നമ്മൾ ഈ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകുക. ഐ ഡോണ്ട് എൻഷുർ യു ഗൈസ് ലൈക്ക് ഒരു എക്സ്പെർട്ട് ലെവലൊന്നും എനിക്ക് തരാനായിട്ട് പറ്റില്ല. ദാറ്റ് നിങ്ങൾ തന്നെ നേടിയെടുക്കേണ്ട കാര്യമാണ്. സോ ഐ ക്യാൻ ഗൈഡ് യു ടു ദി ഇന്റർമീഡിയറ്റ്. അവിടെ നിങ്ങൾ പിന്നെ സ്വന്തമായിട്ട് ലേൺ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആൻഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിനകത്ത് ബബ്സ്യൂട്ടിന്റെ അഡ്വാൻസ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കും. ദെൻ ഇത് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതൊക്കെ മീഡിയംസ് യൂസ് ചെയ്യാൻ നമ്മൾ നോക്കും. ദെൻ ഏത് വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത് നോക്കും. സോ ആസ് യു ഗൈസ് നോ നമ്മുടെ ചാനൽ തിയറി ഓറിയന്റഡ് അല്ല പോകുന്നത്, പ്രാക്ടിക്കലി ആണ് പോകുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുക, ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റും. സോ ടോപ്പിക് എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.